നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. രാജ്യം വീണ്ടും ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും പ്രത്യക്ഷപ്പെടുന്ന ഒരു വാർത്തയുണ്ട്. രാജ്യത്തുടനീളം സുവിശേഷ പ്രവർത്തകരെ ആക്രമിക്കുകയാണ് എന്നാണ് ആ വാർത്ത. ഇത്തവണയും പതിവൊന്നും തെറ്റിച്ചിട്ടില്ല. അവിടെ ഇവിടെയും എല്ലാ സുവിശേഷ പ്രവർത്തകർ ആക്രമിക്കപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയാണ് ഇതിൻ്റെ പ്രചരണമൊക്കെ നടക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിലായി വാട്സപ്പിൽ വൈറലായ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയുടെ ക്യാപ്ഷൻ ഇങ്ങനെയാണ്: ഇപ്പോൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മൾ എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്? ഉത്തർപ്രദേശിൽ സുവിശേഷ വിരോധികൾ ദൈവദാസനെ ആക്രമിക്കുന്ന വീഡിയോ കാണൂ. ഹൃദയഭേദകമായ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾ കരഞ്ഞു പോകും. സത്യമാണ്, ആ വീഡിയോ കണ്ടാൽ നമ്മൾ നെഞ്ചുപൊട്ടി കരഞ്ഞു പോകും. ഇനി ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സുവിശേഷ പ്രവർത്തകനല്ല ഇത്തരത്തിൽ ഒരു ആക്രമണം നേരിടുന്നത്. രാജ്യത്തെങ്ങും തന്നെ ഇങ്ങനെ സുവിശേഷ പ്രവർത്തകർ ആക്രമിക്കപ്പെടുന്നുമില്ല. ഇനി അഥവാ അങ്ങനെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ രാജ്യം ഭരിക്കുന്നവർ അതിനെതിരെ നടപടിയെടുക്കാൻ കഴിവുള്ളവരാണ്. അതവർ ചെയ്യുകയും ചെയ്യും. ഇനി ഈ വീഡിയോയുടെ സത്യാവസ്ഥ എന്താണെന്ന് നോക്കാം. പഞ്ചാബിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. പഞ്ചാബിലെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വ്യക്തിവൈരാഗ്യം മൂർച്ഛിച്ച് അവസാനം തെരുവിൽ തല്ലുകൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെട്ടതാണ്. ഈ വിഷയത്തിൽ പോലീസ് കേസെടുക്കുകയും 5 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ദേശീയ മാധ്യമങ്ങളിലടക്കം ഇതിൻ്റെ സത്യാവസ്ഥ വന്നിട്ടുള്ളതുമാണ്. പക്ഷേ എവിടുന്നോ കിട്ടുന്ന വീഡിയോ ഇങ്ങനെ വെറുതെ അങ്ങ് തള്ളുകയാണ്. അതുവഴി വെറുപ്പും വിദ്വേഷവുമാണ് നിങ്ങൾ പകർന്നുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയുടെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന AM ജോസ് പങ്കുവയ്ക്കുന്നത് ഞങ്ങൾ ഇതിൻ്റെ കൂടെ നൽകുകയാണ്. കേൾക്കുക. ഇനി ഇത്തരം വാർത്ത ഷെയർ ചെയ്ത സത്യമായിട്ട് ഞാൻ തെറി പറയും. തെറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ അറിഞ്ഞോണ്ട ഇതിപ്പോൾ ഇങ്ങോട്ട് ഷെയർ ചെയ്തത്. ഇത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇത് വരുന്നുണ്ട്. ഇത് പഞ്ചാബിൽ പൂർവ്വവൈരാഗ്യം കൊണ്ട് ഇവന്മാർ തമ്മിൽ ചെയ്തതാണെന്നും ഇവൻ്റെ ഭാര്യങ്ങളുടെ മോട്ടോർ സൈക്കിളിൽ പോകുമ്പോഴത്തേനും ഇവനെ വലിച്ചിറക്കി തല്ലിയതാണെന്നും 5 പേരെ അറസ്റ്റ് ചെയ്തെന്നും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഇവൻ്റെ കാലൊടിഞ്ഞെന്നൊക്കെയുള്ള വാർത്ത വളരെ വ്യക്തമായിട്ട് വീണ്ടും അതായത് ഒരു തവണയല്ല പലതവണ ഇതിന് ക്യാപ്ഷനായിട്ട് വന്നതാണ്. നിങ്ങൾ സംശയമുണ്ട്, ഫാക്റ്റ് ചെക്ക് ചെയ്യുക. ചുമ്മാ ഒരു കാണുന്ന എല്ലാം തള്ളാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണോ ഇത്? അത് വിവരക്കേട്. ഇത് ചുമ്മാ ഒരു അവൻ്റെ ഒരു പ്രാർത്ഥനയും ദൈവവും മനുഷ്യനെ ഒരു പൊട്ടന്മാരാക്കരുത് കേട്ടോ.